ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഴുവേലിപ്പടി മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 800 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 8 കിലോമീറ്റർ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ എളുപ്പത്തിൽ എത്തിപ്പെടേണ്ടത് അവിടേക്കൊക്കെ എങ്ങനെയാണെന്നുള്ള ദൂരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ്. എക്സാക്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാട് കുഴുവേലിപ്പടിയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടേക്ക് എത്താനുള്ള ദൂരം ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ സ്ഥിരം പറയുന്നത് പോലെ നമ്മൾ ഏതൊരു സ്ഥലം എടുത്താലും അതിന് ചുറ്റിലും എന്താണെങ്കിലും നമുക്കറിയാം 1-2 കിലോമീറ്റർ ചുറ്റളവിനകത്ത് തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നല്ല സ്കൂളുകളും ഉണ്ടാകും. അപ്പം നമുക്ക് ഒരു വലിയൊരു വീടാണ് ഇന്ന് പരിചയപ്പെടാനുള്ളത്. നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഇന്റീരിയേഴ്സും നിങ്ങൾ ഒരിക്കലും മിസ്സാവാതെ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വീട് ഈ കാണുന്നതാണ്. നിങ്ങൾ ഓൾറെഡി തന്നെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനെ കുറച്ച് ഫോട്ടോസ് എല്ലാം ക്ലിപ്പിംഗ്സ് വീഡിയോസ് ഒക്കെ തന്നെ കണ്ടിരിക്കും. അപ്പം നമുക്ക് വീട്ടിലേക്കുള്ള വഴി തന്നെ ആദ്യം നോക്കാം. ആ മെയിൻ റോഡ് കഴിഞ്ഞാൽ ഈ ഒരു വില്ലകളുടെ ഫ്രണ്ടിലുള്ള റോഡ് ഏകദേശം ടാറിട്ട റോഡ് തന്നെയാണ് പകുതി വരെ വന്ന് നിൽക്കുന്നത്. ബാക്കി ഈ വില്ലയിലേക്കുള്ള വഴി ഇനിയിപ്പം ടൈല് വിരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഇതിന് തൊട്ടടുത്തൊക്കെ വേറെ വീടുകളുണ്ട്. ഒരു വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റൊരു വീടുമുണ്ട്. അപ്പം അതിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ വീട് പർച്ചേസ് ുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലൂടെയുള്ള ഈ ഒരു റോഡിന്റെ വർക്കും നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു ടൈൽ റോഡ് തന്നെയായിരിക്കും നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്നത്. ഇതിന്റെ ഒരു ഗേറ്റും മതിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതിൽ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റും പിന്നെ ഒരു ഗ്രേ കളറും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് മതിലിന്റെ ഇടയ്ക്കെല്ലാം തന്നെ ഗ്രേ കളറിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ലൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് ചെയ്തിരിക്കുന്നത് 3 ഗേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഗേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മെയിൻ ഗേറ്റ് നമുക്ക് വെഹിക്കിളുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള, വണ്ടി കടന്നു പോകാനുള്ളതിനും കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു ചെറിയ ഗേറ്റ് നമുക്ക് നടന്നു കയറാനുമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. മതിലിന് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് GS സ്ക്വയർ ട്യൂബിന്റെ ലാഡർ ഷേപ്പിലുള്ള കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നമ്മൾ മെയിൻ ആയിട്ട് കാറ് കയറി പോകാനുള്ള കാർ പോർച്ചിലേക്കുള്ള ആ ഒരു ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ GS സ്ക്വയർ ട്യൂബിൽ ലാഡറിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത് വിട്ടിട്ട്, അതുകൂടാതെ ഡക്ക്വുഡിന്റെ കുറച്ച് വർക്കുകളൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. 2 ഗേറ്റും, ഒരു ചെറിയ ഗേറ്റിന്റെ കാര്യവും ഞാൻ പറഞ്ഞു, അതും സെയിം ഡിസൈൻ തന്നെയൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ കാർ പോർച്ചും സറൗണ്ടിങ്സും ഒക്കെ കൂടെ നോക്കിയിട്ട് ടോട്ടലായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കാറുകളാണെങ്കിൽ 2 സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ ഈ ഒരു കാർ പോർച്ചിലും ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ആയിട്ട് 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വീടിന്റെ ഒരു എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെ അത് എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഈ വീടിന്റെ എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്.
രണ്ട് സൈഡിലും, അതായത് വീടിന് ലെഫ്റ്റും റൈറ്റും ഒക്കെ വന്നിട്ട് കുറച്ച് ഹൈറ്റിൽ എ ഷേപ്പ് പോലെ കുറച്ച് റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷൻ വന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ വളരെ നമുക്ക് അട്രാക്റ്റീവായി തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ടെക്സ്ചർ വർക്കുകളൊക്കെ ധാരാളം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് നേരെ കയറുന്ന സമയത്ത് വലിയൊരു കാർ പോർഷൻ നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോറുകളിലെല്ലാം തന്നെ താഴെ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കടപ്പ സ്റ്റോൺസ് ആണ് അവർ വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള വരുന്ന ഭാഗത്തെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്ത് അവിടെ അവർ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരു സ്റ്റെപ്പ് പോകുന്നത് കാണാം. ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാനൈറ്റിലുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നേരെ നമ്മൾ ചെല്ലുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കായിട്ടാണ്. ഇതിൻ്റെ സൈഡുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് കടപ്പ സ്റ്റോൺസ് വെച്ചിട്ടാണ്. സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസ് ആണെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ നിങ്ങൾക്ക് കാണാം സ്വിമ്മിംഗ് പൂളിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ കിഡ്സ് പൂളായിട്ടോ അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയയിൽ തന്നെയാണ് അവർ സ്വിമ്മിംഗ് പൂള് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 720 360 ഈ ഒരു അനുപാതത്തിലാണ് ഇതിൻ്റെ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡെപ്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 1.5 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ അറിയാവുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയ പൂളൊന്നും ആയിട്ടല്ല, അത്യാവശ്യം ഒരു വലിയ പൂള് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഈ ഒരു പൊസിഷൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അവിടെയായിട്ടാണ് ഈ വീട്ടിലെ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഒരു വലിയ കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ KWയുടെ വാട്ടർ എടുക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. അതും കൂടാതെ ബോർവെല്ല് കൂടിയായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം 3 സോഴ്സ് ആണ് നമുക്ക് ഇവിടേക്ക് വെള്ളത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഗ്രീനിഷ് നേച്ചർ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആയിരുന്നു. മഴ പെയ്യുന്ന സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ പ്രകൃതി കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നുന്നത്. ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. അതുകൂടാതെ തന്നെ അത്യാവശ്യം പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു. ഒരു 3 കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കിണർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ലാൻഡ് പോരാ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്ര സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇതിന്റെ റേറ്റ്, സ്ക്വയർ ഫീറ്റ്, ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ ഈ ഒരു കാർ പോർച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മറ്റുള്ള സൈഡാണ് കാണേണ്ടത്. നമ്മളിപ്പം ഈ വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടു. ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കടപ്പ സ്റ്റോൺസ് ആണ് ഫ്ലോറിലെല്ലാം കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡ് എൻഡിലാണെങ്കിലും കുറച്ച് പോർഷൻ അവർ കെട്ടിയിട്ടിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ അവിടെ നട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീടിൻ്റെ സൈഡിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ കണ്ടു കാണുമായിരിക്കും. ഫുള്ളായിട്ട് തന്നെ ഈ ഒരു വീട്ടിൽ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലോർ വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നിറയെ പ്ലാന്റ്സ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ജസ്റ്റ് ബിൽഡറുടെ ഐഡിയ അനുസരിച്ചിട്ട് ഒരു റോ ആയിട്ട് ഇങ്ങനെ വെച്ചേ ഉള്ളൂ. നമ്മളുടെ ഒരു കൺവീനിയൻസും ചോയ്സും ഒക്കെ അനുസരിച്ചിട്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം മഹാഗണിയിലും ആഞ്ഞിലിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം വന്നിട്ട് സ്നൈഡറിൻ്റെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കോളറിൻ്റെയും അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെയൊക്കെയാണ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ വീടിൻ്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ്. ഇവിടുത്തെ ഡോറുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിലാണ് എല്ലാ ഡോറുകളും ഇരിക്കുന്നത്. എൻ്റെ ഒരു ഹൈറ്റും ഡോറിൻ്റെ ഹൈറ്റും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നോർമൽ കാണുന്നതിനേക്കാൾ നല്ല ഹൈറ്റിലാണ് ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ഡോറ് തുറന്നിട്ട് ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. നേരെ നമ്മൾ വരുന്ന സമയത്ത് ആദ്യം നമ്മളുടെ കണ്ണിലേക്ക് വരുന്നത് ഇവിടുത്തെ ഒരു ഫ്ലോറാണ്. അപ്പം ഒരു ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ മിഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വീട്ടിലേക്ക് കയറി അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുന്ന സമയത്ത് ഇതുപോലെ 2 പടികൾ കഴിഞ്ഞിട്ടാണ് വീട്ടിലെ ഒരു ഹൈറ്റിലേക്ക് നമ്മൾ കയറുന്നത്. സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് ഇവിടുത്തെ ഒരു ഗസ്റ്റ് ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. വീട്ടിലെ എൻട്രൻസ് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് 2 സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ലിവിങ് റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് വോളുകൾക്ക് പകരം ഫുള്ളായിട്ട് തന്നെ സ്ട്രോങ് ആയ ടഫൻ്റെ ഗ്ലാസ് ആണ് അവർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം വന്നിട്ട് വുഡിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുകളിൽ റൂഫിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാം ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ സൈഡിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാന്റുകളുടെ വർക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു റൂമിൽ ഇതുപോലെയുള്ള 2 വലിയ ഗ്ലാസിൻ്റെ ഡോറുകൾ കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ TV യൂണിറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. മറൈൻ പ്ലൈയിലും മൾട്ടിവുഡിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും ക്രോക്കറി ഷെൽഫാണെങ്കിലും ബാക്കി കാണുന്ന വുഡിൻ്റെ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു TV യൂണിറ്റിനുള്ള സ്പേസ് തന്നെയാണ് അവർ ഈ ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗസ്റ്റ് ലിവിങ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് കയറിയാണ് വന്നത്. തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ആ ഒരു സ്റ്റെയറൊക്കെ കാണാവുന്നതാണ്. നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ സ്റ്റെയറുകൾ പരിചയപ്പെടാം. അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു തരണം. സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ സ്റ്റെയറിൻ്റെ താഴെ വരുന്ന ഭാഗത്താണ് ഇവിടുത്തെ വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പടികൾ താഴേക്ക് ഇറങ്ങിയിട്ട് വരുന്ന ആ ഒരു ഏരിയയിലാണ് വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വാഷ് ബേസിൻ ഇരിക്കാനുള്ള ആ ഒരു ഏരിയ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിലുള്ള നമ്മൾ അധികം ഒന്നും കാണാത്തൊരു ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റിനുമുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണാം. താഴെയാണെന്നുണ്ടെങ്കിലും ഒരു വലിയ ഡ്രോ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിൻ ഇരിക്കുന്ന ഏരിയയിൽ നിന്നും നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വരുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു വുഡിൻ്റെ ഒരു വർക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അവർ ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്കൊന്നല്ലെങ്കിൽ നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് പൂജാമുറി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ വയ്ക്കാനോ എന്ത് വേണമെങ്കിലും ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതിന് താഴെയുള്ള ഏരിയ ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്ത ഇതുപോലുള്ള കബോർഡ്സും ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു 8-10 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന ഒരു വലിയ ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വലിയൊരു ഓപ്പണിംഗ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലോസ്ഡ് ആണ്. ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് ഫുള്ളായിട്ട് വുഡൻ ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ 2 സൈഡിലും വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ക്രോക്കറി ഷെൽഫ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു മറൈൻ പ്ലൈവുഡിലും അതുപോലെ തന്നെ MDFലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്പേസ് ആണ് ഇവിടെ ക്രോക്കറി ഷെൽഫിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന നമുക്ക് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലൈഡ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റികളാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് റൂഫിൽ വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി 2 ഫാൻ കൂടെ അവർ അവിടെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് പറയേണ്ടത് നമുക്ക് ഈ ഒരു ഏരിയയിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഏരിയ വന്നിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് ഒരു സ്വിങ്ങിങ് ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് താഴെയെല്ലാം അവർ ഒറിജിനൽ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്.
ബിക്കോസ് അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വലിയ ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് ബ്രാസോയുടെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ കോപ്പർ ബ്രാസോ വരുന്ന ആ ഒരു ക്ലോക്ക് ആണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആ ക്ലാഡിംഗ് സ്റ്റോൺസ് കാണുന്ന ആ ഒരു കംപ്ലീറ്റ് ഭിത്തിയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സ്കൈ ആണ്. കാരണം ഇത് ഒറ്റ സ്ട്രെച്ചിലാണ് വാർത്ത് പോയിരിക്കുന്നത്, മുകളിൽ വാർത്തിട്ടില്ല. മുകളിൽ ഓപ്പണിംഗ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പെർഗോള മോഡലുള്ള ഒരു വലിയ ഓപ്പണിംഗ് മുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് നേരെ ഈ പ്ലാന്റ്സിന്റെ നേരെ വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തഴച്ചു വളരാനുള്ള അറ്റ്മോസ്ഫിയറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നതിന് ഇടയിലെല്ലാം വൈറ്റ് കളറിലുള്ള പെബിൾസും അതുപോലെ തന്നെ ബേബി മെറ്റൽസ് ഒക്കെ വിരിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഒരു നിമിഷം വന്ന് ആ ഒരു ഏരിയയിലേക്ക് എന്താണെങ്കിലും നോക്കിപ്പോകും. ആ രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു വർക്ക് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡൈനിങ് ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് രണ്ട് ഡോറുകൾ നമുക്ക് വിസിബിൾ ആണ്. ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ്. എല്ലാ ബെഡ്റൂമുകളിലും തന്നെ കോട്ട് ഫെസിലിറ്റി അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡോറുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇത്രയൊക്കെ നമ്മുടെ ഒരു ഡോറിന്റെ ഹൈറ്റ് വരാറുള്ളൂ. നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ എല്ലാ ഡോറുകളും ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ഗ്ലാസ് ഡോറിന്റെ ഒരു പകുതി ഗ്ലാസും പകുതി വുഡും ആയിട്ടുള്ള രീതിയിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ആദ്യം കാണാൻ പറ്റുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറും സെയിം തന്നെയായിട്ടാണ്, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഡ്രൈ ബാത്റൂമായിട്ട് രണ്ടായിട്ട് ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈൽ കോമ്പിനേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കോട്ട് കാണാൻ പറ്റുന്നുണ്ട്. കോട്ടിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ രണ്ട് ചെറിയ ടേബിൾ കൂടി അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റിനും നിറയെ ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ കബോർഡ് വരുന്നത്, വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ സാധാരണ കാണുന്ന കബോർഡുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ആ ഒരു കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഇതുപോലുള്ള ചെറിയ ഡ്രോസും ഒക്കെ എല്ലാ ഫ്രിഡ്ജോടും കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ബെഡ്റൂം ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം ആണ്. ഈ ഒരു ക്രോക്കറി ഷെൽഫിന്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ ആ സെയിം ഡോറുകളുടെ പാറ്റേൺ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം മോഡൽ തന്നെയാണ്. വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും ഇവിടുത്തെ കോട്ട് ആണെങ്കിലും എല്ലാം സെയിം ഒരേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ അത്യാവശ്യത്തിന് വർക്കുകൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു റൂമിൽ നിന്നും കുറച്ചങ്ങ് ദൂരം മാറിയിട്ട് ചെറിയൊരു പാസേജ് വഴി പോകുന്നത് പോലെയുള്ളൊരു ഫീലിലാണ്. അതിന്റെ ആ ഒരു സൈഡിലാണെങ്കിലും അവർ അഗൈൻ വീണ്ടും ഒരു കബോർഡ് ഫെസിലിറ്റി കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട്ടിലെ ബെഡ്റൂംസ് എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും ബാത്റൂം വന്നിട്ട് സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഇവിടെ ആ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന വർക്ക് കൂടി അവർക്ക് ചെയ്യാനായിട്ട് ഇനി ബാക്കിയുണ്ട്. ബിക്കോസ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഡ്രൈ ഏരിയ അവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഗ്ലാസ് ഇടാനുള്ള ഒരു വർക്ക് കൂടിയാണ് ഇവിടെ ഇനി കംപ്ലീഷൻ ആയിട്ട് ഉള്ളത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിനെ കണ്ടിന്യൂ ചെയ്താണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിന്റെ എൻട്രൻസ് എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ തന്നെ വുഡൻ വർക്കുകൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഒരു വീട്ടിലെ കിച്ചൺ അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ ടൈല് ചേഞ്ച് ഒന്നും വരുന്നില്ല. കിച്ചണിന്റെ സറൗണ്ടിങ്സ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള കോമ്പിനേഷനിലാണ് അവർ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റവ് അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫേബറിന്റെ ചിമ്മിണി ഫെസിലിറ്റി കൂടി അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്.
കിച്ചണിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കൊടുത്ത് ഒരു ഫാൻ ഫെസിലിറ്റി കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. നോർമലി നമ്മൾ കാണുന്ന കിച്ചണുകളിൽ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവും. അതിനടുത്ത് തന്നെയായിട്ടാണ് സിങ്ക് വരുന്നത്. അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് സിങ്ക് ഫെസിലിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്ക് കൊടുത്തിരിക്കുന്നതിന്റെ ആ ഒരു ഭാഗത്താണെങ്കിലും മുകളിലും താഴെയൊക്കെ ആയിട്ട് ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റികളാണ് അവർ ലഭ്യമാക്കിയിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. അപ്പം 2 കിച്ചൺ ആണ് ഈ ഒരു വീട്ടിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കിച്ചണിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കിച്ചണാണ് ഇതെന്ന് നമുക്ക് പറയാം. കാരണം ഇതിനകത്താണെന്നുണ്ടെങ്കിലും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സിങ്ക് ഫെസിലിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. നമുക്ക് ചുറ്റിനും നോക്കുമ്പോൾ കാണാം നിറയെ കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്കൻഡ് കിച്ചണിന്റെ ഡോർ തുറന്ന് നമ്മൾ നോർമൽ വരുന്ന വർക്ക് ഏരിയ ഫെസിലിറ്റി അല്ല നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കിണർ വിസിബിൾ ആണ്. ഒരു വലിയ കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ സ്വിമ്മിംഗ് പൂളും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടേക്ക് നിറയെ വീടുകളൊക്കെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഡൈനിങ് ഹാളിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. ഈ ഒരു സ്റ്റെപ്പുകളുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഇത് ഓരോന്നും നിങ്ങൾ കാണുന്ന നമ്മൾ ചവിട്ടി വരുന്ന ഓരോ പടികളും ഓരോ പീസ് വുഡാണ്. ഒറ്റ പീസിലുള്ള ഒരു വുഡിലാണ് നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വുഡിന്റെ പീസാണ് ഓരോ സ്റ്റെപ്പുകളിലും അവർ ഇട്ടിരിക്കുന്നത്. അപ്പം ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വിൻഡോസ് വിസിബിൾ ആണ്. അതുകൂടാതെ നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് പെർഗോള മോഡലിൽ അവിടെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. മഴയും വെയിലും ഒക്കെ വീടിനകത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു അറേഞ്ച്മെന്റ്സ് എല്ലാം അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കടന്നു പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് കടന്നു പോകുന്ന വഴികളെല്ലാം ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഹാൻഡ് റെയിലിന്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ വുഡിലും ഇതെല്ലാം തന്നെ വന്നിട്ട് അയണിലും ഒക്കെ ആയിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മെയിൻ ഹാളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് 2 ഡോറുകൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ ഭാഗത്തുള്ള ഡോർ തന്നെ ആദ്യം നോക്കാം. സ്റ്റെപ്പ് കയറി റൈറ്റ് സൈഡിൽ ഒരു വലിയ ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു മിനി തിയേറ്ററിലേക്കാണ്. അപ്പോൾ സാധാരണ ഇതിലൊരു ഹോം തിയേറ്റർ എന്നതിനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇതൊരു മിനി തിയേറ്റർ തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഒരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു തിയേറ്റർ റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈഡെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു ടെക്സ്ചർ വർക്കോട് കൂടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പ്രൊജക്ടർ എല്ലാം ഹാങ് ചെയ്യാനുള്ള ഒരു ക്യാമറ ഇതെല്ലാം ഫെസിലിറ്റി എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു തിയേറ്റർ എഫക്റ്റ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് സ്ക്രീനും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡോർ ഇവിടെ വിസിബിൾ ആണ്. ആ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലുള്ള പൂളും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വിസിബിൾ ആണ്. അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലുള്ള പോർഷനും ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് വിസിബിൾ ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേ സമയം നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നാൽ കാണാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ റൂം നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും തിരിച്ച് അഗൈൻ ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹോം തിയേറ്റർ റൂമിന് നേരെ ഫേസ് ആയിട്ട് നമുക്കിവിടെ മറ്റൊരു റൂം കാണാം. അത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. യൂട്ടിലിറ്റി ഏരിയ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല സ്പേസ് ആണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് അവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊരു ഡോർ നമുക്ക് കാണാം. ആ ഡോർ പോകുന്നത് നേരെ മുകളിലുള്ള ടെറസിലേക്കാണ്. ഇവിടെ ഈ ഒരു ടെറസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ കാണാം ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ആണ്. ഈ ചുറ്റുവട്ടത്തുള്ള ഭാഗത്തൊക്കെ നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി പോകുന്ന വഴികളുടെ മുകൾ ഭാഗത്തെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ഏറ്റവും മുകളിലുള്ള ടെറസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടെറസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് താഴെ നിന്നുള്ള റൂഫാണ് വന്നിരിക്കുന്നത്. സാധാരണ വീടുകളിലൊന്നും കാണാത്ത ഏറ്റവും മുകളിൽ ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടികളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്ന സമയത്ത് ബാച്ചിലേഴ്സിനൊക്കെ ഒന്ന് കൂടണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഫെസിലിറ്റികൾക്കൊക്കെ ആയിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുത്തെ ആ ഒരു മിനി തിയേറ്റർ കണ്ടു, ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ഒരു ഹാളിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താഴെ നിന്ന് ഡൈനിങ് സ്പേസിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് നേരെ നോക്കിയാൽ സ്കൈ ആണ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് പറഞ്ഞിരുന്നു. ആ ഒരു ഏരിയയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൂടാതെ ഈ ഒരു അപ്പർ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലുള്ള വിൻഡോസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഡോറുകൾ കാണാം. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ബാക്കിയുള്ള 2 ബെഡ്റൂമുകളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിലെ പോലെ തന്നെ നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇതാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഡ്രൈ ബാത്റൂം അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു വർക്ക് മാത്രമാണ് ഇവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ബെഡ്റൂമിന്റെ മോഡലും കാര്യങ്ങളൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു കോട്ട് ഫെസിലിറ്റി അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ എടുത്ത് പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ തന്നെ കാണാം ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ. ഈ ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ടാണ് കബോർഡ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു റൂം ഇവിടുത്തെ ബെഡ്റൂമുകളുടെയൊക്കെ മോഡലുകൾ താഴെ ഉള്ളതിന്റെ സെയിം ഡിറ്റോ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ നേരെ വരുമ്പോൾ തന്നെ നമുക്ക് കോട്ട് വിസിബിൾ ആണ്. ആ ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ആ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ ധാരാളമാണ് ഈ ഒരു റൂമുകളിൽ അവർ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചൊരു ഇടനാഴി പോലെ മാറിയ ഭാഗത്താണ്. അതിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഉള്ള സ്പേസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കബോർഡുകളാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഒക്കെ ടൈലാണെന്നുണ്ടെങ്കിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇനിയിപ്പോൾ ആ ഡ്രൈ ബാത്റൂമിലുള്ള ഏരിയ മാത്രമാണ് അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായ ഇത്രയും സ്പേഷ്യസ് ആയ ഒരു വീടിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇത് എത്ര സെന്റ് സ്ഥലത്തിലാണ്, ഇതിന്റെ സ്ക്വയർ ഫീറ്റ്, ഇതിന്റെ റേറ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. നമ്മളിപ്പോൾ കണ്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 9 സെന്റ് സ്ഥലത്തിലാണ്. 3500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാവുന്ന വെഹിക്കിളുകളുടെ എണ്ണം, വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. 4 ബെഡ്റൂം കൂടാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു മിനി തിയേറ്റർ കൂടി ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഓണർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഫെസിലിറ്റികളൊക്കെ ഉള്ള ഈ റോഡിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 2,10,00,000 രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇത്രയും മനോഹരമായി ഈ വീട് സ്വന്തമാക്കാൻ, ഇതൊന്ന് കാണാനൊക്കെ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പൊ അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാതൃ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.